15 വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകാൻ പോവുകയാണ്. അതോ സ്ഥലം വാങ്ങിച്ച് അവിടെ മോഡേൺ സ്റ്റൈലിൽ വില്ല ഒരുക്കിയിട്ടാണ് പോളണ്ട് മൂസാജി എന്ന വലിയ ബിസിനസ്സുകാരൻ നൽകാൻ പോകുന്നത്. തൻ്റെ ജന്മനാടായ എടിയൂർ നിവാസികളുടെ ഒരു ആദരം ഉണ്ടായിരുന്നു കേട്ടോ. എത്ര ആളുകളാണ് പങ്കെടുത്തത്. അതാണ് ഒരു മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നാട് തന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. 160ഓളം രാജ്യങ്ങൾ, അതിൽ കൂടുതൽ രാജ്യങ്ങളിലാണ് തൻ്റെ ഫ്രാഗ്രൻസ് വേൾഡ് എന്ന സുഗന്ധ വ്യാപാരത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പോളണ്ട് മൂസാക്കയെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ കിട്ടുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വേറെ വലുത് തന്നെയാണ്. കാരണം അദ്ദേഹം ഇത്ര വളർന്നിട്ടും അദ്ദേഹം അതിൻ്റെ വളരെ വലിയ വിഹിതം ഇനി പാവപ്പെട്ടവർക്ക് നൽകാനുള്ള ആ പ്രഖ്യാപനം തന്നെയാണ് എന്നെയും ഏറെ ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാനും ജിഫാൻ കുട്ടിക്കയും ഒരുപാട് ആളുകൾ വീട്ടിൽ വെച്ച് ഞങ്ങൾ ആദ്യം കാണുകയുണ്ടായി. ഏതായാലും മൂസ ഹാജി എന്ന ആ വലിയ മനുഷ്യൻ്റെ എളിമയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. സാധാരണ കുറച്ചൊരു സാമ്പത്തികമായിട്ട് നമ്മൾ മെച്ചപ്പെട്ടാൽ ചില ആളുകളിൽ കാണുന്ന അഹങ്കാരമോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചുകൊണ്ടാണ് പോളണ്ട് മൂസാക്ക എന്ന വലിയ മനുഷ്യൻ ഇന്ന് ഈ നിലയിൽ എത്തിയതെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു മോട്ടിവേറ്റിംഗ് സ്റ്റോറി തന്നെയാണ് പോളണ്ട് മൂസ ഹാജിയുടേത്. കാരണം ഒരുപാട് സ്ട്രഗിൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അതിന് 18-ാം വയസ്സിൽ ദുബായിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തുന്നൽ പണി, ഡ്രൈവർ പണി, സെയിൽസ്മാൻ, ചെരുപ്പ് കട നടത്തൽ, ഇങ്ങനെ ഒരു വിധ ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 20 മണിക്കൂറിൽ കൂടുതൽ ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും മൂലമാണ് തൻ്റെ ജന്മദേശത്തു നിന്നും അദ്ദേഹം പുറത്തേക്ക് പോയത്. എനിക്ക് തോന്നുന്നു അതിന് മുന്നേ തന്നെ കർണാടകയിൽ മൈസൂരിലൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഏതായാലും 1987 കൂടിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് റെഡിമെയ്ഡ് ഷോപ്പ് ഒരു ബിസിനസ്സിലേക്ക് ആരംഭിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ പ്രയാണം ഉണ്ടല്ലോ, ഇന്ന് തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല. അതിനിടയിൽ പോളണ്ട് മൂസാജി എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കേണ്ടായി. പോളണ്ടിൽ വെച്ച് ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അവിടെ ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉള്ള സമയത്ത് അവിടെ എത്തുകയും അവിടെ ബിസിനസ് ചെയ്ത് മാഫിയകളുടെ ഭീഷണിയൊക്കെ വകവെക്കാതെ നല്ല ബിസിനസ് നടത്തി ഒരുപാട് ബിസിനസ് സാമ്രാജ്യം ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ വലിയൊരു ഉടമേട്ടോ. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ആ എടിയൂർ നിവാസികളുണ്ടല്ലോ, ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ മോട്ടിവേഷൻ നമ്മൾ മറ്റുള്ള ആളുകൾ, നമ്മൾ കാണാത്ത യൂറോപ്പിലെയും മറ്റ് കോണ്ടിനെൻറ്റിലെയും ആളുകളെ ഉപമിച്ചാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പോളണ്ട് മൂസാക്കയുടെ സ്റ്റോറി നിങ്ങളൊന്ന് കാണട്ടോ. തൻ്റെ ബയോഗ്രഫി ഒരു ഹ്രസ്വ ചിത്രമായിട്ട്, ഒരു സിനിമയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹൃദ്യവും മനോഹരവും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിനിമാ നടൻ ആസിഫ് അലി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ആസിഫ് അലിയോട് നമുക്കൊക്കെ സംസാരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും സാധിച്ചു. ഒരുപാട് പ്രിയപ്പെട്ടവരെ കാണാം, ഫൈസൽ മലബാർക്കെ പോലുള്ള ആളുകളൊക്കെ, മറ്റു ഒരുപാട് പ്രിയപ്പെട്ടവരെ എനിക്ക് അവിടെ വെച്ച് കാണാൻ സാധിച്ചു കേട്ടോ. ഒരുപാട് ടീം വർക്കാണ് നാട്ടിൽ അദ്ദേഹത്തിനുള്ളത്. പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് അക്കീമാഷൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രിയ സുഹൃത്ത് അജിഫാൻ കുട്ടിക്കയുടെ കൂടെയാണ് പോളണ്ട് മൂസ ഹാജിയുടെ വീട്ടിലെത്തിയത്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. നമ്മളൊക്കെ അദ്ദേഹത്തിൽ നിന്നും, പ്രത്യേകിച്ചും മൂസ ഹാജിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മളൊക്കെ ചെറിയ ചെറിയ ചാരിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ ഇദ്ദേഹത്തെ പോലെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഫ്രാഗ്രൻസ് വേൾഡ് എന്ന സുഗന്ധ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലും തൻ്റെ നാട്ടുകാരോടും പ്രിയപ്പെട്ടവരോടും കുടുംബക്കാരോടും കാണിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാണ് തൻ്റെ വളർച്ച. പിന്നെ എപ്പോഴും ഉമ്മയെക്കുറിച്ചുള്ള വർത്തമാനം, അത് നമ്മളെ ഏറെ ഹൃദ്യമാക്കിട്ടോ. പ്രിയപ്പെട്ട ഷാഹുലും ഷാജിമാഷും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വന്നവർക്കും കൂടിയവർക്കൊക്കെ ഏറ്റവും മനോഹരമായ ഒരു രാത്രിയായിരുന്നു അത് എന്ന് പറയുന്നത്. ആ നാട്ടുകാരുടെ ഒരു പുണ്യം, ഒരു ഭാഗ്യം തന്നെയാണ് പോളണ്ട് മൂസ ഹാജി.